ഒരേ വീട്ടിൽ താമസിക്കുന്ന രണ്ടുപേർ, ഒരേ കട്ടിലിൽ കിടന്നുറങ്ങുന്ന രണ്ടുപേർ, പക്ഷെ മാസങ്ങളായി അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ചിട്ടില്ല. ഇങ്ങനത്തെ ദമ്പതികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പുറത്തുനിന്ന് നോക്കുമ്പോൾ അവർ സന്തുഷ്ടരായ ദമ്പതികളെ പോലെയാണ് കാണപ്പെടുന്നത്. എന്നാൽ അവരുടെ ഉള്ളിൽ നിശബ്ദത തളം കെട്ടിയിരിക്കുന്നു. ഇതുപോലെ ആരും സംസാരിക്കാത്ത അടുപ്പത്തിന്റെ മറഞ്ഞിരിക്കുന്ന രഹസ്യം എന്താണ്? ഞാൻ പറയുന്നത് വാക്കുകൾ കൊണ്ട് പരസ്പരം സംസാരിക്കാതെ മിണ്ടാതെ നടക്കുന്നവരെ കുറിച്ചല്ല, മറിച്ച് ഹൃദയങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ലാത്തവർ എന്നാണ്. ഇന്ന് നമ്മൾ ഒരുപാട് കുടുംബങ്ങളെ ബാധിക്കുന്ന രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ നിശബ്ദമായി കഴിയുന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. പങ്കാളികൾ വാക്കുകളിലൂടെയല്ല വികാരങ്ങളിലൂടെ സംസാരിക്കുന്നത് നിർത്തുമ്പോൾ എന്തു സംഭവിക്കും? അതിലുപരി ആ നിശബ്ദതയിലേക്ക് നമുക്ക് എങ്ങനെ പ്രണയത്തെ തിരികെ കൊണ്ടുവരാൻ കഴിയും? കാമസൂത്രയുടെ രചയിതാവായ വാത്സ്യായനൻ നമ്മെ ഓർമ്മിപ്പിച്ചു, യഥാർത്ഥ അടുപ്പം വെറും ശാരീരികമല്ല, അത് വൈകാരികമാണ്, അത് ആത്മാർത്ഥമാണ്, അത് ബന്ധത്തിലൂടെയാണ് സംസാരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സുകൊണ്ട് പരസ്പരം സംസാരിച്ചിട്ടില്ലാത്ത രണ്ടു പേരെക്കുറിച്ച് സംസാരിക്കാം. നമസ്കാരം, ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ലൈംഗികാരോഗ്യവും മാനസിക ശാരീരിക ബന്ധങ്ങളും സംബന്ധിച്ചുള്ള പുരാതനവും ശാസ്ത്രീയവുമായ അറിവുകളും റൊമാൻറ്റിക് മോട്ടിവേഷൻ കഥകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ആദ്യമായി നമുക്ക് ഹൃദയങ്ങൾ സംസാരിക്കുന്നത് നിർത്തുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഒരു ബന്ധത്തിന്റെ തുടക്കത്തിൽ എല്ലാം ജീവനുള്ളതായി തോന്നുന്നു. വാ തോരാതെ സംസാരിക്കുന്നു, കണ്ണുകൾ തിളങ്ങുന്നു, ഓരോ ചെറിയ സ്പർശനവും മാന്ത്രികമായി തോന്നുന്നു. എന്നാൽ പതുക്കെ പതുക്കെ ജീവിതം മുന്നോട്ട് പോകുന്നു. ജോലി സമ്മർദ്ദം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ അവ കുന്നുകൂടുന്നു. വേദന പങ്കിടുന്നതിനു പകരം പങ്കാളികൾ അത് ഉള്ളിൽ സൂക്ഷിക്കുന്നു. ക്രമേണ നിശബ്ദത വളരുന്നു. സ്നേഹത്തിന്റെ സുഖകരമായ നിശബ്ദതയല്ല, മറിച്ച് അകൽച്ചയുടെ കനത്ത നിശബ്ദതയാണ്. അടുത്തതായി നമുക്ക് നിശബ്ദതയുടെ അപകടത്തെക്കുറിച്ച് പരിശോധിക്കാം. രണ്ട് ഹൃദയങ്ങൾ സംസാരിക്കുന്നത് നിർത്തുമ്പോൾ അപകടകരമായ എന്തെങ്കിലും സംഭവിക്കുന്നു. ഒരു പുരുഷൻ ഒരുപക്ഷെ തൻ്റെ ഭാര്യയുടെ അടുത്ത് ഇരിക്കുന്നുണ്ടാകാം, പക്ഷെ അവൻ്റെ ചിന്തകൾ വളരെ അകലെയായിരിക്കും. ഒരുപക്ഷെ ഒരു സ്ത്രീ സ്നേഹത്തോടെ പാചകം ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ അവൾ തനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ലെന്ന് ചിന്തിക്കുന്നുണ്ടാകാം. ചെറിയ പ്രശ്നങ്ങൾ അഥവാ മറന്നുപോയ ജന്മദിനാശംസ, അല്ലെങ്കിൽ അശ്രദ്ധമായി വായിൽ നിന്നും വീണ ഒരു വാക്ക് പോലുള്ളവ വലിയ മുറിവുകളായി അനുഭവപ്പെടാൻ തുടങ്ങുന്നു. ഈ നിശബ്ദത എല്ലായ്പ്പോഴും ഒരു വിവാഹബന്ധത്തെ തകർത്തതായി പുറമെ നിന്നും കാണാൻ കഴിയില്ല. എന്നാൽ അവരുടെ ഉള്ളിൽ അത് ആഴത്തിലുള്ള മുറിവുകൾ അവശേഷിപ്പിക്കുന്നു. നിരവധി ബന്ധങ്ങൾ, നിരവധി വേർപിരിയലുകൾ, നിരവധി വൈകാരിക തകർച്ചകൾ ഇവിടെ ഈ പറയാത്ത നിശബ്ദതയിൽ ആരംഭിക്കുന്നു. അടുത്തതായി നമുക്ക് വാത്സ്യായനന്റെ അഭിപ്രായം പരിശോധിക്കാം. ബന്ധങ്ങളിലെ അടുപ്പം എന്നാൽ അത് ശാരീരിക അടുപ്പം മാത്രമല്ല എന്ന് വാത്സ്യായനൻ പഠിപ്പിച്ചു. ശരീരം ഹൃദയത്തെ പിന്തുടരുന്നു, ഹൃദയം സംഭാഷണത്തെ പിന്തുടരുന്നു. അദ്ദേഹം പറഞ്ഞു, പ്രണയിക്കുന്നവർ മനസ്സു തുറന്ന് സംസാരിക്കുമ്പോൾ, അവർ ഹൃദയങ്ങൾ കൈമാറുമ്പോൾ ശാരീരിക ബന്ധം സംഭവിക്കുന്നത് സ്വാഭാവികവും ആനന്ദകരവും അനായാസവുമായി തീരുന്നു. എന്നാൽ വാക്കുകളില്ലാത്ത ബന്ധം, ഹൃദയങ്ങൾ തമ്മിൽ അടുപ്പമില്ലാത്ത ബന്ധങ്ങളിൽ ഏറ്റവും ചൂടുള്ള സ്പർശനം പോലും തണുത്തതായി അനുഭവപ്പെടാൻ തുടങ്ങും. പങ്കാളിയുടെ സ്പർശനം അസഹനീയമായി തോന്നും. ലളിതമായി പറഞ്ഞാൽ, നിങ്ങളുടെ ഹൃദയങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ശാരീരിക അടുപ്പങ്ങൾ യഥാർത്ഥത്തിൽ കഴിയില്ല. അടുത്തതായി നമുക്ക് ഇമോഷണൽ നിലയെക്കുറിച്ച് സംസാരിക്കാം. ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനോട് താൻ എത്രമാത്രം ഏകാന്തത അനുഭവിക്കുന്നുണ്ടെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അയാൾക്ക് അത് മനസ്സിലാകില്ലെന്ന് അവൾ ഭയപ്പെടുന്നു. അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് താൻ എത്രമാത്രം സമ്മർദ്ദത്തിലാണെന്ന് ഭാര്യയോട് പറയാൻ ഭർത്താവ് ആഗ്രഹിക്കുന്നു. പക്ഷേ അവൾ വിമർശിക്കുമെന്ന് അയാൾ ഭയപ്പെടുന്നു. അതിനാൽ അവർ രണ്ടുപേരും നിശബ്ദത പാലിക്കുന്നു. അവർ ഈ ലോകത്തിനു മുമ്പിൽ പുഞ്ചിരിക്കുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ പുഞ്ചിരിക്കുന്നു, പക്ഷെ ഉള്ളിൽ അവർ വേദനിക്കുന്നു. ഇത് വെറും നിശബ്ദതയല്ല, ഒരു മേൽക്കൂരയിൽ ജീവിക്കുമ്പോഴുള്ള വൈകാരിക ഏകാന്തതയാണ്. സ്നേഹത്തിനുള്ളിൽ ഏകാന്തത, അതാണ് ഏറ്റവും വേദനാജനകമായ ഏകാന്തത. സന്തോഷവാർത്ത എന്തെന്നാൽ നിശബ്ദതയെ നമുക്ക് തകർക്കാൻ കഴിയും. ഹൃദയങ്ങൾ വീണ്ടും സംസാരിച്ചു തുടങ്ങും. പക്ഷേ അതിന് ധൈര്യം, ക്ഷമ,
സ്നേഹം എന്നിവ ആവശ്യമാണ്. ചെറുതായി തുടങ്ങുക, സൗമ്യമായ പുഞ്ചിരി, നടക്കുമ്പോൾ കൈകൾ പിടിക്കുക, ഒരു ചെറിയ പുകഴ്ത്തൽ, സപ്പോർട്ട്, ഈ കാര്യങ്ങൾ പ്രധാനമാണ്. മുൻവിധിയില്ലാതെ അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളുടെ പങ്കാളി സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കരുത്, തിരുത്താൻ തിരക്ക് കൂട്ടരുത്, വാദിക്കാൻ തിരക്ക് കൂട്ടരുത്, ശ്രദ്ധയോടെ കേൾക്കുക. ചിലപ്പോൾ കേൾക്കുന്നത് തന്നെ വലിയ ആശ്വാസമാകും. സ്വകാര്യ നിമിഷങ്ങൾ സൃഷ്ടിക്കുക. ശാരീരിക അടുപ്പത്തിന് മാത്രമല്ല, മനസ്സ് തുറന്ന് സംസാരിക്കുന്നതിനും. ഫോണുകളോ ടിവിയോ ഇല്ലാതെ ഒരുമിച്ച് ഇരുന്ന് അല്പം സംസാരിക്കുക. നിങ്ങളുടെ സാന്നിധ്യം മാത്രം പലപ്പോഴും വലിയ ആശ്വാസമാകും. വാക്കുകളിൽ ദയയും അനുകമ്പയും കാണിക്കുക. നിങ്ങൾ എന്നെ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല എന്ന് പറയാതെ, നമ്മൾ സംസാരിക്കാത്തപ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു എന്ന രീതിയിൽ കുറ്റപ്പെടുത്തലില്ലാതെ കാര്യം മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കുക. സ്നേഹം ദയയിലൂടെയും അനുകമ്പയിലൂടെയും വളരുന്നു. ഹൃദയങ്ങൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ബന്ധങ്ങളിലെ മാന്ത്രികത തിരിച്ചു വരുന്നു. പെട്ടെന്ന് ചിരി തിരിച്ചു വരുന്നു. കണ്ണുകൾ പരസ്പരം സംസാരിക്കുന്നു. സ്പർശനം വീണ്ടും ഊഷ്മളമായി തോന്നുന്നു. നിശബ്ദതയിൽ രണ്ടുപേർ അപരിചിതരായിരിക്കാം, എന്നാൽ സത്യസന്ധമായ വാക്കുകളിലൂടെ അവർ പരസ്പരം പ്രണയം വീണ്ടും കണ്ടെത്തുന്നു. രണ്ട് ശരീരങ്ങൾ പരസ്പരം ബന്ധപ്പെടുന്നതല്ല, പകരം രണ്ട് ഹൃദയങ്ങൾ സംസാരിക്കുന്നു. ഇതാണ് യഥാർത്ഥ അടുപ്പം. നിശബ്ദത സ്വാധീനം ചെലുത്തിയ ഒരു ബന്ധത്തിലാണ് നിങ്ങളെങ്കിൽ ഇത് ഓർമ്മിക്കുക. തർക്കങ്ങളിൽ സ്നേഹം മരിക്കുന്നില്ല, നിശബ്ദതയിൽ സ്നേഹം മരിക്കുന്നു. എന്നാൽ നിശബ്ദതയെ തകർക്കാൻ കഴിയും. ഒരു ചെറിയ ചുവടുവയ്പ് പോലും, ഏതുപോലെ ഒരു സൗമ്യമായ വാക്ക്, ഒരു ചെറിയ ആംഗ്യം, ഇതെല്ലാം ഹൃദയത്തിൻ്റെ വാതിലുകൾ വീണ്ടും തുറക്കും. രണ്ട് ഹൃദയങ്ങൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ബന്ധം സജീവമാകും, സ്നേഹം ശാശ്വതമാകും. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.